അതിനെതിരായിട്ട് നിയമ പോരാട്ടം നടത്തിയ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് തമിഴ്നാടാണ്. അവരിപ്പോഴും നിൽക്കുകയാണ്. തമിഴ്നാട് 2100 കോടിയോ മറ്റോ ഇത് കിട്ടാനുള്ളതിൽ നിയമ പോരാട്ടം വലുതായിട്ട് നടത്തിയിട്ട് അവർക്ക് ആകെ 700 കോടിയാണ് കിട്ടിയത്. അപ്പോൾ ഈ നിയമ പോരാട്ടം നടത്തിയാലും ഇതൊക്കെ നടക്കാനുള്ളൂ എന്ന് മനസ്സിലാവുന്ന സ്ഥിതിക്ക് PMC ഒപ്പിടുക, 170 സ്കൂളുകളിൽ ഈ പരിപാടികൾ നടക്കേണ്ടതായിട്ട് വരും. ഒപ്പിട്ട പണം വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കണം. റെസിസ്റ്റൻസ് എന്നല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ നടപ്പാക്കണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നടപ്പാക്കില്ല, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ വിദ്യാഭ്യാസ നയമാക്കിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആക്കിയിട്ട് ഈ നാട്ടിലെ കുട്ടികളിലും അടുത്ത തലമുറയിലേക്കും അടിച്ചേൽപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് അതിനോട് രാഷ്ട്രീയ എതിർപ്പുണ്ട്, ഈ നാട്ടിൽ നടക്കില്ല എന്ന നിലപാട് അപ്പോൾ എടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ അന്നേരം നോക്കാം. പക്ഷേ അത് ഒപ്പിട്ടിട്ട് ആ പണം വാങ്ങാനുള്ള പണി ചെയ്യണം എന്ന് അന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ ഷംസുദ്ദീനോടും നമ്മുടെയൊക്കെ അഭിപ്രായം എടുക്കുന്നില്ല. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് നമ്മൾ പറയാണ് എൻ ഷംസുദ്ദീനോട് ഇത് ഒപ്പിട്ടോ വേഗം പോയിട്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ലീഗുകാർ കുറച്ചു നേരം ഒന്ന് വിതുമ്പിക്കറിയോ, അവർ ഒതുങ്ങിക്കോളും. ലീഗ് അണികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തോന്നുന്നത്. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ വന്നാൽ ഉടനെ ഇതെല്ലാം നേരെ തിരിച്ചങ്ങ് ഇവരോട് പ്രതിരോധിച്ചുകൊണ്ട് ഒപ്പിടുകയൊന്നുമില്ല എന്നാണ്. പക്ഷേ ഒപ്പിടാനുള്ള സാഹചര്യമുണ്ട് എന്ന് അതേക്കുറിച്ച് പരിശോധിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഇപ്പോൾ വലിയ തോതിൽ ഇവരെന്തൊക്കെ പറഞ്ഞാലും BJP സർക്കാരിനോട് രാഷ്ട്രീയമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ആളുകൾ. ഇടതുപക്ഷം CPM. അവർക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല, കേരളം മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ പോലും ഈ പണം വാങ്ങാൻ ഒപ്പിടുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്നതിലേക്ക് എത്തിയൊരു സംഭവമാണ് PMC. അപ്പോൾ അതിലേക്ക് ഒപ്പിടേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ മുസ്ലിം ലീഗുകാരും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ കാര്യങ്ങൾ അറിയാവുന്ന, ഈ ഭരണ സംവിധാനം കറക്കിയിട്ട് ഒരു സമവായത്തിലൊക്കെ പോകണം എന്നറിയാവുന്ന നേതാക്കൾക്കൊഴികെ ഈ മുസ്ലിം ലീഗുകാരും കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒഴികെ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ വന്നാൽ ഉടനെ ഇതുപോലൊരു സംവിധാനത്തിൽ അവർ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയൊരു കാര്യം ഇവിടെ മാത്രം VD സതീശൻ സർക്കാർ നടപ്പാക്കില്ല, ഒപ്പിടില്ല എന്ന് ഇവരെങ്ങനെയാണ് വിചാരിക്കുക? അപ്പോൾ അതിൽ കഴിഞ്ഞ തവണ ശിവൻകുട്ടി എന്താ പറഞ്ഞത്? 1466 കോടി രൂപ കിട്ടാനുണ്ട്. അതെന്തിന് പാഴാക്കി കളയണം? അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇതിലിപ്പോൾ BJPയുടേതായിട്ടുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. അവർ ഇതിൻ്റെ കൂടെ NEPയെ ചേർത്ത് വെച്ചിട്ട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. അത് ചെയ്താൽ മാത്രമേ ഇത് നടപ്പാക്കാൻ പറ്റൂ, ഇത്രയും തുക കിട്ടൂ. നിങ്ങൾക്ക് സാധാരണ കിട്ടാനുള്ള പണം, ഇതുകൊണ്ടല്ലാതെ കിട്ടാനുള്ള പണം നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ പടം സ്കൂളിന് മുമ്പിൽ വെക്കണം. ഇവിടെ ആരുടെയും പടം അങ്ങനെ വെക്കാറുള്ളതല്ല. ഇനിയൊന്നും സമീപകാലത്തൊന്നും അടുത്ത കാലത്തൊന്നും വെക്കില്ല എന്ന് തോന്നുന്നു. വെച്ചതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു സ്ഥലത്തും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെ ഒന്നും ഫോട്ടോ ഇവിടെ വെക്കാറില്ല. അത് വേറൊരു തരം രാഷ്ട്രീയം നമ്മളിവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് 12,000-ലധികം സ്കൂളുണ്ട്. അതിൽ 170 സ്കൂളുകളിൽ മാത്രമാണ് നടപ്പാക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇത് ഒപ്പിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഒപ്പിടുന്നതിനെ കേരളം ആകെപ്പാടെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എതിർക്കണം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. കാരണം അത് ഒപ്പിട്ടാലല്ലാതെ ആ പണം വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഒപ്പിട്ടിട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അവർക്ക് എതിർക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വിദ്യാഭ്യാസം എന്നുള്ളത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് നിലപാടെടുക്കാവുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് ഞങ്ങൾ നിലപാടെടുത്ത് ഞങ്ങൾ ഈ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുക, അതിനുള്ള വഴികൾ തേടുക. ഞാനീ പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല, ഞങ്ങൾ ഒപ്പിട്ട ഉടനെ ഒരു പൈസയും കൊടുക്കില്ലായിരിക്കും. പക്ഷേ ആ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്നതല്ലാതെ, എന്നിട്ട് ഇവർ നോക്കിക്കോട്ടെ, രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ടതാണ്, ഇത് ശിവൻകുട്ടിയുടെയും അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെയും കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടം ഇവരും മുസ്ലിം ലീഗിൻ്റെ സൈബർ അണികളും ജമാഅത്തെ ഇസ്ലാമിയുടെ സൈബർ അണികളൊക്കെ കൂടി കോൺഗ്രസ്സുകാരെല്ലാം കൂടി ശ്രമിക്കട്ടെ.